ഏറെക്കുറെ നമ്മൾ ഇത്രയും നാളും സംസാരിച്ചതിലേക്ക് തന്നെ അന്വേഷണം എത്തുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളികൾ 2019 മറിച്ചു വിറ്റു എന്ന നിഗമനത്തിലേക്ക് ദേവസ്വം വിജിലൻസ് എത്തിയതായി സൂചന. വിശ്വാസത്തിന് കോടികളുടെ വിലയിട്ട് നടത്തിയ കച്ചവടമാണ് എന്നാണ് വിവരം. സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കും. ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കോടതി മുമ്പാകെ സമർപ്പിക്കും. ശ്യാമപ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി ചേർന്നത്. ശ്യാമ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഇത്രയും നാളും നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ സ്വർണം എങ്ങനെ ചെമ്പായി മാറി എന്നുള്ളത് അതിൽ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായ കാര്യമാണ്. ആ ഒരു നിഗമനത്തിലേക്ക് പോലും ഇപ്പോൾ ദേവസ്വം വിജിലൻസും എത്തുകയാണ്. അപ്പൊ അതായത് മറിച്ചു വിറ്റിട്ടുണ്ടല്ലേ. ഈ ഒരു 39 ദിവസമാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനും അതിനും ഇതിനുമൊക്കെ വേണ്ടിയിട്ട് എടുത്തത്. അത്രയും കാലയളവിൽ ആ ഇടയ്ക്ക് എന്തെല്ലാം സംഭവിച്ചു എന്നതിന്റെ കൃത്യമായിട്ടുള്ള വിവരം ഇപ്പോൾ അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തുകയാണല്ലേ. പൂജ, തീർച്ചയായിട്ടും അതായത് മാതൃഭൂമി ന്യൂസ് പങ്കുവച്ച ആ വാസ്തവത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഇപ്പോൾ ആ ദേവസ്വം വിജിലൻസും എത്തിയേക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 2019 ദ്വാരപാലക ശില്പങ്ങളിലെ അത് പിന്നീട് അത് മറിച്ചു വിറ്റു എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ദേവസ്വം വിജിലൻസും എത്തിയിരിക്കുന്നത്. അതിന്റെ മുഖ്യ കണ്ണിയായിട്ട് നിന്നയാള് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തന്നെയാണ്. അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ ഈ സ്വർണ്ണപ്പാളി, ഈ പാളി ഇത് ചെമ്പ് ആണ് എന്നാണ് നിലവിൽ ഇത് സംബന്ധിച്ച് അവിടെ, അതായത് ചെന്നൈയിലേക്ക് ഇത് പൂശാൻ 39 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പാളി അവിടെ എത്തിക്കുന്നത്. അപ്പൊ ഈ 39 ദിവസങ്ങൾക്കിടയിൽ ഇത് കൈമാറ്റം നടന്നിട്ടുണ്ടാകാം എന്ന വിലയിരുത്തൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ദേവസ്വം വിജിലൻസും ഉള്ളത്. ഈ 39 ദിവസം എന്തിനു വേണ്ടി എടുത്തു എന്നത് സംബന്ധിച്ച് ഇനി എന്തായാലും അത്തരത്തിൽ പരിശോധിക്കേണ്ടി വരും. ഇത് അടക്കമുള്ള വിശദമായ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പാകെ ദേവസ്വം വിജിലൻസ് നൽകുന്നുണ്ട്. അതിലുപരിയായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡും ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകും. എന്തായാലും ഇതിന്റെയൊക്കെ ഒരു അവസാനഘട്ട ആരൊക്കെയാണ് ഇതിന്റെ പിന്നിൽ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നിപ്പോൾ ദേവസ്വം വിജിലൻസ് ഈ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറുമ്പോൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ആ പ്രത്യേക അന്വേഷണ സംഘം ആ കേസുമായിട്ട് മുന്നോട്ട് പോകും. നിലവിൽ ഈയൊരു സ്വർണ്ണപ്പാളി ഇത് വിറ്റത് വിശ്വാസത്തിന്റെ മറവിൽ എന്ന് തന്നെയാണ് ദേവസ്വം വിജിലൻസിന്റെ നിലവിലത്തെ കണ്ടെത്തൽ. അതായത് ഈ സ്വർണത്തിന്റെ മൂല്യമോ മറ്റോ ഒന്നും തന്നെയല്ല. ഈ ക്ഷേത്രത്തിനകത്ത് ഇത്രയധികം നാൾ ഇരുന്ന ഈ ഒരു വസ്തു അത് മറ്റ് വീടുകളിലേക്കും മറ്റും മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയിൽ മാറ്റം ഉണ്ടാകും എന്ന രീതിയിൽ ഈ വിശ്വാസത്തെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇതിന്റെ വിൽപ്പന നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എവിടേക്ക് ഇത് വിൽപ്പന നടത്തി എന്നത് സംബന്ധിച്ചും ഇനി കണ്ടെത്തേണ്ടതും മറ്റുമൊക്കെ ഉണ്ട്. ഏതായാലും നിലവിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തന്നെയാണ് ദേവസ്വം വിജിലൻസ്. നമ്മൾ ഇതിനിടയ്ക്കെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇതിന് ചെന്നൈ ബാംഗ്ലൂർ കണക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് ഈ തട്ടിപ്പിന്റെ ഭാഗമായിട്ടല്ലേ. അത് പലയിടത്തും കൊണ്ടു നടന്ന് പ്രദർശിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ദൃശ്യങ്ങളൊക്കെ തന്നെയും തെളിവുകളൊക്കെ തന്നെയും മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടതാണ്. ഇതിന്റെ എല്ലാം കൃത്യമായിട്ടുള്ള കാര്യകാരണങ്ങളെല്ലാം തന്നെ ഈ അന്വേഷണ സംഘത്തിന് ഇനിയും ലഭിക്കേണ്ടതായിട്ടുണ്ട്. വിജിലൻസിന്റെ കയ്യിൽ ഇപ്പോൾ റിപ്പോർട്ട് കൊടുക്കാൻ പോവുകയാണ്. പുതിയ അന്വേഷണ സംഘം കാര്യങ്ങളുമായിട്ട് മുന്നിലേക്ക് പോവുകയാണ്. അതായത് എല്ലാ തരത്തിലും ഒരു തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രമാണോ കാര്യങ്ങൾ നിൽക്കുന്നത്? നമ്മൾ പലരുടെയും പേരുകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഈ തലങ്ങളിലെല്ലാം തന്നെ ദേവസ്വം വിജിലൻസിന്റെ കണ്ണു പോയിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളെല്ലാം പരാമർശിക്കുന്നുണ്ടായിരിക്കും അല്ലേ. എന്തായാലും വളരെ വേഗത്തിലുള്ള ഒരു നടപടിയിലേക്ക് ദേവസ്വം വിജിലൻസ് പോയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം. പൂജ, അതായത് കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ആ ഒറ്റയാൾക്ക് മാത്രം ഇത് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുകയില്ല എന്നത് വ്യക്തമാണ്. സ്വാഭാവികമായിട്ടും മറ്റ് ആളുകൾ, നമ്മൾ പങ്കുവച്ച മറ്റേ ആളുകൾക്കും ഇതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ആ തലത്തിലേക്കും ഇതിന്റെ അന്വേഷണം പോകും. നേരത്തെ തന്നെ കണ്ടതാണ് ഈ 2019 ഈ ദ്വാരപാലക ശില്പങ്ങളുടെ ആ പാളിയുടെ ആ ചിത്രവും അതിനുശേഷമുള്ള ചിത്രങ്ങളിലും ഉണ്ടായ മാറ്റങ്ങളും ഒക്കെ നമ്മൾ പങ്കുവച്ചതാണ്. അന്ന് ഈ ദ്വാരപാലക ശില്പവുമായി കടന്നു പോകുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദൃശ്യങ്ങളും അടക്കം നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇതിലടക്കം വിശദമായ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകും. നിലവിൽ ഇത് ഇത്രയും ദിവസം, അതായത് ഈ കാലതാമസം ഉണ്ടാക്കി, അതോടൊപ്പം തന്നെ ഈ വിശ്വാസത്തെ ചേർത്ത് പിടിച്ചത് ആർക്കാണ് വിറ്റത്, ഇങ്ങനെ എടുക്കുന്ന ആളുകളുണ്ട്. അത് കൂടാതെ തന്നെ ഇതിന്റെ തന്നെ മറ്റൊരു
രൂപം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതൊക്കെ എവിടെ ഉണ്ടാക്കി എന്നതടക്കം വിശദമായി പരിശോധിക്കുന്നു. അതെ, സ്വാഭാവികമായിട്ടും ശരിയാണ്. എന്തായാലും അതിലേക്കടക്കം 2019 ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. 2019 ഈ സ്വർണ്ണ പാളികൾ മറിച്ചു വിറ്റു എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്, ദേവസ്വം വിജിലൻസ് എത്തി നിൽക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് നമുക്ക് മുന്നിലുള്ളത്.